സെന്റ് പോൾസ് മാർത്തോമ യുവജന സഖ്യം അവതരിപ്പിക്കുന്നു ഒരു മോഡേൺ കുടുംബ പ്രാർത്ഥന. രംഗമൊന്ന്. പീറ്റർ അഥവാ പത്രോസിന്റെയും ഏലിക്കുട്ടിയുടെയും ഭവനം. എന്നും ഈ സമയത്ത് ചായ കുടിക്കുന്നതായിരുന്നു. എന്തിയേ അവള്? മൊബൈലിലായിരിക്കും. ആ കുന്ത്രാണ്ട് എന്ന് വന്നോ അന്ന് മുതൽ എന്നെ പോലുള്ള ഭർത്താക്കന്മാർക്ക് അതോ ഗതി തന്നെ. ഹോ, ഏലിക്കുട്ടി, എടി ഏലിക്കുട്ടിയെ. എന്തുവാ മനുഷ്യ, ഓഫീസിൽ നിന്ന് വന്ന് കേറിയപ്പോ തന്നെ തുടങ്ങിയോ ചായ ചായ? ഒരു സമാധാനം തരത്തില്ലല്ലോ ഒരു സെൽഫി എടുക്കാൻ. എന്തുവാടി ഏലിക്കുട്ടി, ചെവി കേൾക്കത്തില്ലേ നിനക്ക്? എത്ര നേരമായി വിളിക്കുന്നു ഒരു ചായക്ക്? ദേ മനുഷ്യ, കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ആൾക്കാര് വരുമ്പോ കെടിക്ക് ഏലിക്കുട്ടിയെ അത് കേൾക്കുമ്പോ തന്നെ ചൊറിഞ്ഞു കയറി വരും. നിങ്ങൾക്ക് എന്റെ പേരറിയാമല്ലോ, ഏലിക്കുട്ടി. മോളെ ചക്കര എന്നൊന്നും വിളിക്കണ്ട, എന്നെ ഫാഷനായിട്ട് ഒന്ന് ചെറുതാക്കി വിളിച്ചൂടെ? ഓ, ഏലിക്കുട്ടി ചെറുതാക്കി വിളിക്കണം. അപ്പൊ പിന്നെ എന്തുവാടി, ഞാൻ നിന്നെ എലിന്ന് വിളിക്കണോ? ദേ പത്രോസ്, പണ്ടത്തെ ആ തള്ളി പറഞ്ഞത് ആ പണി ഇവിടെ കാണിക്കല്ലേ. ഇത് ഭേദം എന്നെ അങ്ങ് ഏലിക്കുട്ടി എന്ന് വിളിക്കുന്നത് തന്നെയാ. ശരി ശരി, എന്തായാലും ചായയുമില്ല കടിയുമില്ല. അയ്യോ, വിശക്കുന്നു. ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി വേഗം പ്രാർത്ഥിച്ചിട്ട് ഡിന്നർ അങ്ങ് കഴിക്കാം. ശരിയാ, എന്നാ വാ നമുക്ക് വേഗം അങ്ങ് പ്രാർത്ഥിക്കാം. രംഗം 2. ഏലിക്കുട്ടിയുടെയും പീറ്ററിന്റെയും ഭവനത്തിലെ കുടുംബ പ്രാർത്ഥനാ സമയം. ഹലോ, ചക്കരേ, ഡേറ്റോ? നാളെ ലഞ്ച് ഡേറ്റോ? നാളെ പള്ളിന്റെ കാര്യങ്ങളെല്ലാം സെറ്റാ. കാരോളും അതും സെറ്റാ. എപ്പോഴും ഫോണിനകത്താണ്. അതൊന്ന് താഴെ വെച്ചിട്ട് പ്രാർത്ഥിക്കാനൊന്നു വാ. അയ്യോ, 7 മണിയായി. 7:30 എന്റെ സീരിയൽ തുടങ്ങും. എടി പിള്ളേരെ, പെട്ടെന്നൊന്ന് വന്നേ. റിൻസി, വിൻസി, എടാ മൈക്കിളെ, ജാക്സ, വേഗം വാടാ പ്രാർത്ഥിക്കാൻ. എടി റിൻസി, നീ പോയി ആ പാ എടുത്തോണ്ടൊന്ന് വന്നേ. യേശുവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്തേലും ആട്ടെ, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ. എടി വിൻസി, ഒന്ന് വേഗം വാടി. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. അമ്മ വരുവാ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടും. എടി നിർത്തിക്കേ. എന്തുവാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പാടുന്നത്? ഓ അമ്മ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, വേഗം പോണം. എന്നാ പിന്നെ സങ്കീർത്തനങ്ങൾ വായിച്ചാലോ? അതാവുമ്പം പാട്ടുമുണ്ട് പ്രാർത്ഥനയുമുണ്ട്. എടി ഏറ്റവും ചെറിയ സങ്കീർത്തനം ഏതാ? എടി പിന്നെ എന്നോടാണോ നീ ചോദിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച സേവികാ സംഘത്തിൽ അച്ഛൻ ക്വിസ് നടത്തുമ്പോ പോലും ഒരാളും ഉത്തരം പറഞ്ഞില്ല. പിന്നെ എന്നോട്. എടി കുണുകുണ പറയാതെ പെട്ടെന്ന് വായിക്കടി. 23 സങ്കീർത്തനം എടുത്ത് അങ്ങോട്ട് വായിക്ക്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മുട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാ മുട്ടക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എടി വിൻസി, അതൊന്ന് പോയി ഓഫാക്കിക്കേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. വെള്ളം, അയ്യോ, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മഴ പെയ്യാൻ പോകുന്ന പോലെ ഉണ്ട്. ആ തുണിയൊക്കെ എടുത്ത് അകത്തേക്ക് ഇടണം ഇത് കഴിഞ്ഞിട്ട്. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എല്ലാം കഴിഞ്ഞോ?
ഇനി പ്രാർത്ഥിക്കാം. ആരാ പ്രാർത്ഥിക്കുന്നേ? നീ പ്രാർത്ഥിക്ക, എടി നീ പ്രാർത്ഥിക്ക, നീ പ്രാർത്ഥിക്ക. ആ, എന്നാ ഞാൻ തന്നെ അങ്ങ് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമപിതാവേ, കഴിഞ്ഞ പലൊരു ആപത്തും കൂടാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച നിന്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ ദൈവമേ നീ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത് നിർത്തുന്നില്ലല്ലോ. ദൈവമേ, കഴിഞ്ഞ പകലൊരു ആപത്തും കൂടാതെ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ ദൈവമേ. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. എടി ഇനി ആ കരോളുകാർ വല്ലതും ആണോ? അയ്യോ ശരിയാ, ഇന്ന് നമ്മുടെ ഏരിയയിലെ കരോൾ റൗണ്ട്സ്. വേഗം വാ പിള്ളാരെ, എല്ലാം അങ്ങോട്ട് വൃത്തിയാക്ക്. ബെയ്ച്ചായോ? ഇപ്പോഴോ? ഇറങ്ങിയോ? എത്തിയോ? ഇപ്പൊ ഇവർക്ക് എന്ത് കഴിക്കാൻ കൊടുക്കും നമ്മള്? നമുക്ക് ബിസ്ക്കറ്റും ചായയും കൊടുത്താലോ? ഓ, പള്ളി കഴിഞ്ഞ് ഈ മേരിഗോൾഡ് ബിസ്ക്കറ്റും ചായയും തന്നെ എപ്പോഴും. നമുക്ക് സമോസ മേടിച്ചാലോ? എന്നാ ശരി, ഞാൻ മേടിച്ചോണ്ട് വരാം. രംഗം 3 കരോൾ റൗണ്ട്സ്. മെറി ക്രിസ്മസ് പീറ്ററെ, മെറി ക്രിസ്മസ്, മെറി ക്രിസ്മസ് മക്കളെ. ആ, ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാരും ഉണ്ട് ഇല്ലല്ലോ? 2 പിള്ളേരല്ലേ ഇവിടെ ഉള്ളൂ, ബാക്കി 2 പേര് എന്തിയേ? ഓ, അവന്മാര് ചുമ്മാ പാട്ടും കൊട്ടുമായിട്ട് നടക്കുക. എടാ മൈക്കിളെ, ജാക്സാ, ഇവിടെ വാടാ, ദേ അച്ഛൻ വിളിക്കുന്നു. അച്ഛാ അച്ഛാ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാ പറയുന്നേ. എന്നാലും അച്ഛാ, ഇവർ ഇത്രയും വലിയ പാട്ടുകാരായിട്ട് ഇടവകയിൽ പാടാൻ ഇതുവരെ ഒരു അവസരം കൊടുത്തില്ലല്ലോ. പീറ്ററെ, അങ്ങനെ മാത്രം പറയരുത്. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചക്ക് ഞാൻ അവന്മാരോട് പാടാൻ പറഞ്ഞിട്ട് അവരെന്തുവാ പാടിയതെന്ന് അറിയാമോ? ഇല്ലച്ചോ, അവർ നല്ലതായിട്ട് പാടിക്കാണും, എനിക്കറിയാം. മക്കളെ, ഒന്ന് പാടി കാണിച്ചു കൊടുത്ത്. യേശുവിനെ യൂതന്മാർ കുനുകുന കുനുകുന കുത്തി, 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 കുനുകുന കുത്തി ഏ കുനുകുന കുത്തി, കുനുകുന കുത്തി ഏ കുനുകുന കുത്തി ഏ കുനുകുന കുത്തി, കുനുകുന കുത്തി ഏ. കണ്ടോ, ഇതാ അവസ്ഥ. ആ, അതൊക്കെ പോട്ടെ. നിങ്ങളെ ഒന്നും ഇപ്പോ പള്ളിയിലോ പിള്ളാരെയൊക്കെ യുവജന സഖ്യത്തിനോ ഒന്നും കാണാറില്ലല്ലോ. ഓ അച്ഛാ, അത് പിന്നെ പള്ളിയിൽ എന്തോ ഒരു ചൂടാ. പള്ളിയിൽ ഇപ്പൊ AC വരും, ഇപ്പൊ AC വരും എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഇപ്പൊ ക്രിസ്മസ് വരെ ആയി. എന്റെ അച്ഛാ, അത് പിന്നെ എങ്ങനാ? പള്ളി പോയിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും വരാൻ എന്തൊരു മടിയായി പിള്ളേർക്ക്. ആ, അത് ശരി. അപ്പോ അങ്ങനെയൊക്കെയാ കാര്യങ്ങളല്ലേ? മക്കളെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ വല്യപ്പച്ചന്മാരും അമ്മച്ചിമാരും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ നന്മകളും. പീറ്ററെ, ഏലിക്കുട്ടി, നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടാകും. കുഞ്ഞുങ്ങൾക്കും അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഫാമിലി പ്രെയർ ഒരു ഫാമിലി വർഷിപ്പാണ്. ദൈവത്തിന് നമ്മൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്ന സമയം. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. ആ, ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ അല്ലേ, വൈബ് ഒന്നും കളയണ്ട.
ഇനി പള്ളിയിലും മക്കൾ യുവജന സഖ്യത്തിനും ഒക്കെ വരണം. കുടുംബ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കണം. അത് മറ്റേ കൂപ്പന്റെ കാര്യം കൂപ്പന്റെ ഒക്കെ കാര്യം നീ പറ. പിള്ളേരെ എന്തോ അവിടെ? അച്ഛാ ലക്കി ഡ്രോ, ആ കൂപ്പന്റെ കാര്യം. ഓ അതോ, അത് നിങ്ങൾ അങ്ങ് പറ. ആന്റിയെ, അങ്കിളേ, ഒരു കൂപ്പൺ എടുക്കട്ടെ? 300 രൂപയേ ഉള്ളൂ. അവരുടെയും ശ്രദ്ധയ്ക്ക് SPMC യുവനസഖ്യം ഒരുക്കുന്ന ന്യൂ ഇയർ റാഫിൾ ലക്കി ഡ്രോ സുവർണാവസരം. 1ാം സമ്മാനം ഓവൻ, 2ാം സമ്മാനം ടൈറ്റൻ വാച്ച്, 3ാം സമ്മാനം 5000 രൂപ വിലയുള്ള ആമസോൺ വൗച്ചർ. കൂപ്പന്റെ വില വെറും 300 രൂപ മാത്രം. ആണോ? എന്നാ ഒരു 10 കൂപ്പണിങ് എടുത്തേര്, നമ്മുടെ പിള്ളേരല്ലേ. അപ്പൊ ശരി, ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാരും ഹാപ്പി അല്ലേ? എടാ മോനെ, നീ ഹാപ്പി അല്ലേ? കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ഇതോടെ SPMC യുവനസഖ്യം അവതരിപ്പിച്ച ഒരു മോഡേൺ കുടുംബ പ്രാർത്ഥനയുടെ അപരാധം